അക്കാഡമിക് മേഖലയിൽ വിഹരിക്കുന്ന 3 പേർ നമുക്കൊപ്പം ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ജി പി രാമചന്ദ്രൻ നിന്ന് ആരംഭിക്കാം. എങ്ങനെയാണ് ഈ സിനിമയ്ക്കുള്ളിലെ പുരുഷാധിപത്യ പ്രവണതകളെ നോക്കിക്കാണുന്നത്? ഇവിടെ മിനിയും അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. നമ്മുടെ രാഷ്ട്രം ഇന്ന് കടന്നു പോകുന്നത് വളരെ ഭീഷണമായ ഒരു സാഹചര്യത്തിലാണ് നമുക്കറിയാം. അപ്പോഴാണ് നമ്മൾ എന്താണ് ഇന്ത്യ എന്ന ആശയം, ഇവിടെ പാട്രിയാർക്കി ഇന്ത്യൻ സിനിമ എന്നതാണ് വിഷയം. അപ്പോൾ ഇന്ത്യ എന്ന ആശയം തന്നെ എന്താണ് എന്ന് ഇപ്പോൾ നമ്മൾ വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യൻ സിനിമ എന്ന വിഷയത്തെയും അന്വേഷിക്കുന്നത്. കാരണം നമ്മൾ വിചാരിച്ചിരുന്നത് സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അപ്പോൾ അതൊരു നേരം പോക്കാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും വിചാരിക്കുന്നത്. നമ്മൾ സിനിമ നേരം പോക്കാണ് എന്ന് വിചാരിക്കുകയും അങ്ങനെ ഉറപ്പിക്കുകയും ആ സാമാന്യ ബോധത്തിൽ തന്നെ നമ്മൾ തുടരുകയും ചെയ്യുമ്പോൾ നമ്മൾ സറണ്ടർ ചെയ്തിരിക്കുന്നു. ആ ബോധത്തിൽ തന്നെ നമ്മൾ സറണ്ടർ ചെയ്തിരിക്കുന്നു, നമ്മൾ കോംപ്രമൈസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ കാരണം ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി ആയിട്ടുള്ള അംബേദ്കറുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, താങ്കൾ ഇന്ത്യയിൽ ജനാധിപത്യം വിജയിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അപ്പോൾ അംബേദ്കർ പറഞ്ഞത് അത് ആരുടെ കയ്യിൽ എത്തിച്ചേരുന്നു എന്നതനുസരിച്ചായിരിക്കും. അത് നല്ല ചീത്ത ആളുകളുടെ കയ്യിലാണ് എത്തുന്നതെങ്കിൽ അത് വലിയൊരു ബാധ്യത, അത് വലിയൊരു പ്രശ്നമായി തീരും എന്ന് അംബേദ്കർ അന്ന് തന്നെ പറയുന്നു. അതിപ്പോൾ നമ്മൾ അനുഭവിക്കുന്നു. അത് തന്നെയാണ് സിനിമയുടെ പ്രശ്നം. സിനിമ ആരുടെ കയ്യിലാണ് എത്തിയിട്ടുള്ളത്? അത് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ആണധികാരത്തിൻ്റെ, മാഫിയയുടെ, അധോലോകത്തിൻ്റെ, അതുപോലെ തന്നെ അക്രമികളുടെ, ഇവരുടെ കയ്യിലാണ്. അവരാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു നേരം പോക്ക്, അതിൻ്റെ ലാഭങ്ങൾ, ആ ലാഭങ്ങൾ സാമ്പത്തിക ലാഭം മാത്രമല്ല, അവരുടെ മറ്റു തരത്തിലുള്ള ലാഭങ്ങൾ, കൊലകൾ, അപ്പോൾ ഇതെല്ലാം അക്രമങ്ങൾ, ബലാത്സംഗങ്ങൾ, ഇതെല്ലാം ആണ് ചെയ്തു. അപ്പോൾ അതിനോട് അപ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇത് എന്താണ് നിരൂപണത്തിൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ വിമർശനത്തിൻ്റെ ആവശ്യം എന്താണ്. ജനങ്ങൾ കാണുന്നുണ്ടല്ലോ, സിനിമ കാണുന്നു, അതിൻ്റെ ഇത് കിട്ടുന്നു, ടാക്സ് കിട്ടുന്നു, ഗവൺമെൻറ്റിന് ഒക്കെ, എല്ലാവർക്കും ഒക്കെ. അങ്ങനെ ആ സമയത്ത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ജനങ്ങൾക്ക് ആവശ്യം? അപ്പോൾ കാണാത്ത സിനിമയെക്കുറിച്ച് നിങ്ങൾ, അല്ലെങ്കിൽ ആരും കാണാത്ത സിനിമ, ഇത്തരത്തിലുള്ള ഒരുപാട് സങ്കീർണമായ ചർച്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു ഇതിൻ്റെ ഇടയിലാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിൽ നമ്മൾ ഇതോടൊപ്പം ഞാൻ പറഞ്ഞ ഇന്ത്യൻ സിനിമയിൽ പ്രോപ്പഗൻഡ സിനിമകൾ, ഈ പ്രോപ്പഗൻഡ സിനിമയെ പ്രതിരോധിക്കുന്നവരാണ് കേരളീയർ അല്ലെങ്കിൽ മലയാളികൾ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് കൊട്ടിഘോഷിക്കുന്നത്. കേരളീയരോടും കേരളത്തിൽ പുറത്തുള്ളവരോടും നമ്മൾ എന്താ പറയുന്നത്? ഈ പ്രോപ്പഗൻഡ സിനിമയൊന്നും ഞങ്ങൾ എടുക്കില്ല, കേരള സ്റ്റോറിയൊന്നും ഞങ്ങൾ എടുക്കില്ല, അത് അല്ലെങ്കിൽ ഞങ്ങളിവിടെ അത് ഒന്നും കാണിക്കാൻ സമ്മതിച്ചില്ല, അത് അവിടെ അവാർഡ് കൊടുക്കണം. എന്നിട്ട് നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? ഇപ്പം ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ ലോകത്ത് തന്നെ കേട്ടുകേൾവി ഇല്ലാത്ത കാര്യങ്ങളാണ്. ഒരാൾ കൊട്ടേഷൻ കൊടുത്ത് മറ്റൊരാളെ കൊണ്ട് ബലാത്സംഗം ചെയ്യിപ്പിക്കുന്നു. ലോകത്ത് തന്നെ കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. അത് വർഷങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ വിധി വരുന്നു. അതിൽ പലതരത്തിലുള്ള നമ്മുടെ പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്ന്, നിയമത്തിന്റെ ഭാഗത്ത് നിന്ന്, രാഷ്ട്രീയ കക്ഷി സംഘടനകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എല്ലാ സംഘടനകളും, അതിന് രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്ന്, ഫാൻസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ചും പുതിയ സോഷ്യൽ മീഡിയയുടെ സാഹചര്യത്തിൽ അത് തന്നെ അക്രമത്തിന്റെ വലിയൊരു മേഖലയാണ്. ഇതെല്ലാം ശേഷം നമ്മൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ആശ്രയിക്കേണ്ട കോടതി പറയുന്നു, നിങ്ങളാരും ഒന്നും മിണ്ടാൻ പാടില്ല. മിണ്ടിയാൽ അത് കോടതി അലക്ഷ്യമോ അല്ലെങ്കിൽ കോടതി നിങ്ങളെ ശിക്ഷിക്കും. കോടതി സമഗ്രാധികാരത്തിന്റെ ഒരു സാധാരണ കോടതിയുടെ ചിത്രത്തിൽ ഒരു ചുറ്റിക കാണാം, എനിക്കറിയില്ല, ആ ചുറ്റിക വന്നിരിക്കുന്നു. ഇത് നമ്മുടെ മുമ്പിലുള്ള സാഹചര്യം ഇവിടെ